ഏറെ നിർണായകമായ ഒരു വിധിയാണ്. അതായത് ദിലീപിന് ഏറെ ആശ്വാസകരമായ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. വിധിയൊക്കെ ഇപ്പൊ എല്ലാവരും കേട്ടുകയാണ്. പക്ഷേ ഈ വിധിക്കപ്പുറം ഈ 8 വർഷം ദിലീപ് അനുഭവിച്ച ഒരു മാനസിക സമ്മർദ്ദമുണ്ട്. ദിലീപിന്റെ കരിയർ, ജീവിതം ഒക്കെ തച്ചുടച്ച ഒരു സംഭവം കൂടിയായിരുന്നു ഇത്. മാധ്യമങ്ങൾക്ക് ദിലീപിന്റെ ആ തകർച്ചയിൽ ആഘോഷിച്ച ഒരുപാട് മാധ്യമങ്ങളുണ്ട്. ഇന്ന് രാവിലെ വിധി വരുന്നത് വരെ ആഘോഷിച്ചുകൊണ്ടിരുന്ന മാധ്യമങ്ങളുണ്ട്. അവർ തന്നെ ജഡ്ജികളാകാറുണ്ട്. ഇതുവരെ ദിലീപ് കേസ് ഇങ്ങനെ ഇരിക്കുന്നതോടെ ദിലീപിന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇനി ദിലീപ് പറയട്ടെ എന്നുള്ളതാണ് ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത്. ഇനി ദിലീപ് വാ തുറക്കട്ടെ, ദിലീപ് പറയട്ടെ കാര്യങ്ങൾ എന്നുള്ളത്. പക്ഷേ ഇതുവരെ ദിലീപിനെ വലിച്ചു കീറിയ അല്ലെങ്കിൽ ദിലീപ് തെറ്റുകാരനാണ് എന്ന് അഹോരാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ചില പർട്ടിക്കുലർ ചില മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോ ദിലീപ് കേസ് പോലെ രാഹുൽ മാങ്കൂട്ട കേസ് ആണെങ്കിലും ഒക്കെ ഇത്തരത്തിൽ സ്വയം ജഡ്ജികളാവുന്ന മാധ്യമ പ്രവർത്തകരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും അവർക്ക് അവരുടെ അണ്ണാക്കിൽ അടി കിട്ടി എന്ന് വേണം പറയാൻ. അതിനപ്പുറം വേറെ ചെറിയ വാക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അത്ര നല്ല രീതിയിലുള്ള ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു ഇത്. ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇന്നിപ്പോ മീഡിയ വണ്ണിൽ രാവിലെ 8 മണിക്ക് എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെയും ഇത് തന്നെയായിരുന്നു ചർച്ച. അവരുടെ മാധ്യമ പ്രവർത്തനം, അത് മാത്രമല്ല റിപ്പോർട്ടർ ചാനൽ, നികേഷ് കുമാർ, പിന്നെ ബൈജു കൊട്ടാരക്കര, ഇവരൊക്കെ എന്താ പറയാ, ദിലീപിനെ തകർക്കുവാൻ വേണ്ടി അങ്ങേയറ്റം ശ്രമിച്ചവരാണ്. സാധാരണ ഒരു യുവാവായിട്ട് ജനിച്ച് വളർന്ന് അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് അദ്ദേഹം ഏറ്റവും മുൻപന്തിയിൽ, സിനിമാ മേഖലയിലെ ഏറ്റവും മുൻപന്തിയിലെത്തി അമ്മ സംഘടനയുടെ ട്രഷറായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തെ ജയിലിലാക്കിയത്. ഇതെവിടെ നിന്നാണ് തുടങ്ങിയത്? അദ്ദേഹം എന്ന് പറഞ്ഞല്ലോ, മഞ്ജുവിൽ നിന്നാണ് തുടങ്ങിയത്. മഞ്ജു വാര്യരാണിത് ഇതിന്റെ തുടക്കക്കാരി. അത് കഴിഞ്ഞ് സന്ധ്യ അവിടെ സെൻകുമാറുമായിട്ട്, അന്ന് DGP സെൻകുമാറുമായിട്ടുള്ള അവരുടെ തമ്മിലുള്ള വാക്കുതർക്കത്തിന്റെ പേരിൽ ഇരയാക്കപ്പെട്ട ഒരാളാണ് ദിലീപ് എന്ന് പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിധി നിർണായകമായിരുന്നു. അത് ഞങ്ങൾക്ക് മുൻപേ അറിയാമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിനൊന്നും വലിയൊരു ആശ്വാസമായി എന്നുള്ളത്. അദ്ദേഹം പ്രവർത്തിച്ചവരോടൊക്കെ ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹത്തിനും അറിയാം. ഒരു മാറ്റവുമില്ല. എന്തായാലും ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷം. ഇതിൽ കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ അവർ ഓരോരുത്തരെ ഇതുപോലുള്ള ഇരയായിട്ടുള്ള പുരുഷന്മാരെ അവർ വേട്ടക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് അവരെ തകർക്കുവാൻ വേണ്ടിയിട്ട് പുറപ്പെടും. അതിലൊന്നാണ് നമ്മുടെ വിസ്മയ കേസിൽ വിസ്മയുടെ ഹസ്ബൻഡ് MBD. അദ്ദേഹം വളരെ അദ്ദേഹത്തിന്റെ ജോലി പോയി, കഷ്ടപ്പെട്ട് പഠിച്ച് സമ്പാദിച്ച ജോലി അദ്ദേഹം ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ. അത്രത്തോളം അവരെ എന്ന് വെച്ചാൽ എന്താ പറയാ, മാധ്യമ വേട്ടയാടി കളഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ ഫലമാണ് ജഡ്ജ്മെന്റും അദ്ദേഹത്തിന് പ്രതികൂലമായിട്ട് വന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ഈ ഇത്രയും കിടന്ന് കോര ഇവര് പറഞ്ഞപ്പോ ഇവരൊക്കെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാല് ദിലീപിനെ ഇപ്പോ തൂക്കിക്കൊള്ളാൻ വിധിക്കുമെന്നാണ്. ഇവിടെ ഈ കുറ്റം ചെയ്ത പൾസർ സുനിയ അവരെയൊക്കെ വെറുതെ വിട്ടാലും പ്രശ്നമില്ല, ദിലീപിനെ തൂക്കിക്കൊല്ലണം. ഇതായിരുന്നല്ലോ ചർച്ച. എന്തായാലും അതിൽ അവർക്ക് നല്ലൊരു അടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലുള്ള പുരുഷന്മാർക്കെതിരെ ഇങ്ങനെയുള്ള പീഡനങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി മാന്യത കാണിക്കണം മുഖ്യധാരാ മാധ്യമങ്ങൾ. ഓൺലൈൻ മാധ്യമങ്ങളൊന്നും അത്ര വലിയ വേട്ടയാടൽ നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം അദ്ദേഹത്തെ എന്താ പറയാ വധിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ അവിടെ നിന്ന് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു. ഇനി ഇതാ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇനി വളരെ വലിയ കാര്യങ്ങളായിരിക്കും. ഒരു മാറ്റമില്ല. പഴയതുപോലെ തന്നെ അദ്ദേഹം അമ്മ സംഘടനയിലും മറ്റുള്ള ഇതര മേഖലകളിൽ മാക്ടയിലും ഒക്കെ അദ്ദേഹം സജീവമായിട്ട് തലപ്പത്ത് തന്നെ വരട്ടെ. അദ്ദേഹത്തിന്റെ സിനിമകൾ ഇപ്പോൾ ഒരെണ്ണം റിലീസാകാൻ പോവുകയാണ്. അപ്പൊ ആ പടമൊക്കെ നല്ല രീതിയിൽ ഇനി വിജയിക്കട്ടെ, നല്ല രീതിയിൽ പഴയതുപോലെ ഉയർന്നു വരട്ടെ. അദ്ദേഹത്തിന്റെ പുട്ട് കട എന്ന് പറയുന്ന ഹോട്ടലൊക്കെ അടിച്ചു തകർത്തല്ലോ. അദ്ദേഹത്തിന് ഇനി നശിക്കാനൊന്നുമില്ല. അത്യാവശ്യം അദ്ദേഹത്തിന്റെ സാമ്പത്തികവും എല്ലാ രീതിയിലും അദ്ദേഹത്തെ നശിപ്പിച്ചു. കാര്യം കുറച്ചു പേരും ഒരു മാധ്യമങ്ങളും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാല് ഏതൊരു വ്യക്തിയെയും തകർക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ദിലീപിന്റെ. ഇനി ഇവര് ഈ പാപം തീർക്കുവാൻ വേണ്ടി ഇനി എവിടെ പോയി കുളിച്ചാൽ തീരും എന്നും കൂടി ആലോചിക്കണം അദ്ദേഹത്തിനെതിരെ ഈ പറഞ്ഞവരെല്ലാം. ഇപ്പൊ WCC എന്ന് പറയുന്ന ഒരു സംഘടന, എനിക്ക് തോന്നുന്നു ദിലീപ് വിഷയത്തിന് ശേഷം രംഗത്ത് വന്ന ഒരു സംഘടനയാണ് ഈ WCC. അപ്പൊ WCCയിലെ പലരും പറയുന്നു അവൾക്കൊപ്പമാണ്, അതിജീവിതയ്ക്കൊപ്പമാണ് എന്നൊക്കെ പറയുന്ന. മാത്രമല്ല
ഈ റിപ്പോർട്ടർ ചാനലിന്റെ പഴയ MD നികേഷ് കുമാർ പറയുന്നത് അതിജീവിതയ്ക്ക് മാത്രമല്ല സംസ്ഥാനത്തിന് നീതി കിട്ടിയില്ല. ഈ കേസിലെ ഏറ്റവും വലിയ അനീതിയാണ് നടന്നത്. ഈ കേസിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇവരുദ്ദേശിച്ച നീതി എന്താണ്? ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് നീതി കിട്ടി. 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് നീതി കിട്ടി. ഈ 7 മുതൽ 11 വരെയുള്ള പ്രതികൾക്കാണ് നീതി പിന്നെ കുറ്റവിമുക്തരാക്കിയത്. 8ാം പ്രതി മാത്രമാണ് ദിലീപ്. ഇപ്പോ സന്ധ്യ വരെ സന്ധ്യ വരെ പറയുന്നു ഇത് അന്തിമ വിധി അല്ല, അന്തിമ വിധി വരെ അതിജീവിതയ്ക്കൊപ്പമാണ്. അന്തിമ വിധി അല്ല, ദിലീപ് കുറ്റക്കാരനേ അല്ല, തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോഴും ഇനി എന്ത് വിധിയാണ് ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത്? ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോ അപ്പീലിൽ പോവുക, അടുത്ത് ഹൈക്കോടതിയിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന സമ്പ്രദായങ്ങളല്ലേ ഇവരുടെ. സന്ധ്യ എന്ന് പറഞ്ഞാൽ സന്ധ്യ അങ്ങനെ പറയാൻ പറ്റൂ. കാര്യം ഇങ്ങനെ ഒരു സാധനം ഒരു കേസ് കെട്ടിച്ചമച്ച് അദ്ദേഹത്തെ ജയിലിനകത്താക്കി. അതിൽ കൂടി അന്നത്തെ ആദ്യത്തെ പിണറായി സർക്കാരിന് ഒരു ക്രെഡിറ്റ് കിട്ടി. കാര്യം ദിലീപിനെ പോലുള്ള ഒരു നടനെ ജയിലിലാക്കിയപ്പോൾ അപ്പോൾ മുഖം നോക്കാതെ ഏതൊരു വൻപനെയും ജയിലിലാക്കുന്ന ഒരു പ്രസ്ഥാനം CPM-ന്റെ എന്നുള്ള രീതിയിൽ വന്നു, ഒരു മന്ത്രിസഭ എന്നുള്ള രീതിയിൽ. എന്തായാലും ഇവിടെ നമ്മളുടെ പൾസർ സുനിക്കും മറ്റുള്ളവർക്കും ഒക്കെ അവരെയൊക്കെ വെറുതെ വിട്ടാലും കുഴപ്പമില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവരെയൊക്കെ വെറുതെ വിട്ടാലും കുഴപ്പമില്ല, ദിലീപിനെ തൂക്കി കൊന്നാൽ മതി. അയാളെ ഒന്ന് വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇവരെല്ലാം കൊട്ടിഘോഷിച്ച് ഭയങ്കരമായിട്ട് അർമാദിച്ചേനായിരുന്നു. എന്തായാലും അതിനുള്ള അവസരം കിട്ടിയില്ല. എന്തായാലും നല്ലൊരു ജഡ്ജ്മെന്റ് ആയിരുന്നു. ഇനി എവിടെ സുപ്രീം കോടതിയിൽ പോയാലും അദ്ദേഹത്തിനെ ശിക്ഷിക്കുവാൻ വേണ്ടി തെളിവ് വേണ്ടേ? കോടതിക്ക് തെളിവുകളാണ് ആവശ്യം. ഇവരെ തെളിവുണ്ട്, അതുണ്ട്, ഇതുണ്ട്, വോയിസ് ഉണ്ട്, ഈ കിടന്ന് ഊഹാഭോഗങ്ങൾ ഇവിടെ പുറത്ത് പറയുന്നതല്ലാതെ കോടതിക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? കോടതിക്ക് വാദിക്കാനുണ്ട്. ഈ അതിജീവിത എന്ന് പറയുമ്പോൾ അതിജീവിത നമ്മളെ വിമർശിക്കുന്നൊന്നുമില്ല. അപ്പോൾ ആ പെൺകുട്ടിക്ക് മോശമായിട്ട് വന്നിട്ടുള്ള ആ സാഹചര്യം അത് നമ്മൾ ഖേദിക്കുകയാണ്. അതിനെ കുറ്റക്കാരായിട്ടുള്ളവർ ശിക്ഷിക്കണം. അല്ലാതെ ഈ ദിലീപിനെ എവിടെയോ കിടന്ന ദിലീപിനെ ഈ പ്രതി പറഞ്ഞു, 1ാം പ്രതി പറഞ്ഞു ദിലീപാണ് ഇതിൽ ഗൂഢാലോചന എന്ന് പറഞ്ഞ ഉടനെ എല്ലാം കൂടെ പെട്ടിയും പ്രമാണം എടുത്ത് അദ്ദേഹത്തിന്റെ പുറകെ പോയി അദ്ദേഹത്തെ പിടിച്ച് ജയിലിലാക്കി ജീവിതം നശിപ്പിച്ചു കളഞ്ഞത് വളരെ മോശമല്ലേ? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെ ഓരോരുത്തർ നശിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇത് വല്ലാത്തൊരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു വരുന്ന ഒരാളിനെ എന്തെങ്കിലുമൊക്കെ വൈരാഗ്യത്തിന്റെ പുറത്ത് ഒരു പെണ്ണുകേസ് അങ്ങ് വെച്ചു കൊടുക്കും. ഈ പെണ്ണുകേസ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആരും തകരുമല്ലോ സ്വാഭാവികമായിട്ട്. ഇത് ഈ പറയുന്ന 6 പ്രതികളെയും ഇന്നിപ്പോ ശിക്ഷിച്ച 6 പ്രതികളെയും വെറുതെ വിട്ടാലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു ആർക്കും. മീഡിയക്കാവട്ടെ, മറ്റ് ഇതിനുവേണ്ടി വാദിച്ച കുറെ ടീമുകൾക്കാവട്ടെ. ഫിലിം വീടിൽ വലിയൊരു ഭാഗമുണ്ട് ഇദ്ദേഹത്തെ തകർക്കുവാൻ വേണ്ടി ശ്രമിച്ചത്. അതുകൊണ്ടാണല്ലോ അമ്മ സംഘടനയിൽ ഉള്ള അന്നത്തെ മെമ്പർമാരിൽ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ മമ്മൂക്കയുടെ വീട്ടിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ ഒരേ സ്വരത്തിൽ പറഞ്ഞു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കണമെന്നാണ്. ശക്തമായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ ആരോപണ വിധേയന സസ്പെൻഷൻ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് മമ്മൂക്ക എന്ന് പറഞ്ഞതുമാണ്. പക്ഷേ ഇവർ ഒരേ കണക്കിന് പറഞ്ഞത് ഇദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണം. അവസാനം അങ്ങനെ തന്നെ ആക്കി. ഇവരെ ഈ ആക്കിയവരൊക്കെ ഇനിയിപ്പോ എന്താ ഇദ്ദേഹത്തോട് പറയാൻ പോകുന്നത്? ഇനിയിപ്പോ എന്താണ് നടക്കാൻ പോകുന്നത്? നമുക്ക് കാണാം. ഇതാ ശക്തമായിട്ട് ദിലീപ് തിരിച്ചു വരുന്നുണ്ട്. ഇനി അങ്ങോട്ട് അദ്ദേഹത്തിന്റെ തേർവാഴ്ച ആയിരിക്കും എന്നുള്ളതിന് യാതൊരു മാറ്റവും ഇല്ല. ഓക്കെ, വളരെ നന്ദി. താങ്ക് യു.